ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വീണ്ടും സ്വർഗത്തിൽ നിന്ന് നല്ലൊരു അവസരം തന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്റെ പ്രിയമുള്ളവരെ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളോട് ഈ ദിവസങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തെ കൂടുതൽ അറിയുവാൻ, ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ എല്ലാ അവസരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ലശബാറബ ദിഹലമ ചേകനിയ റുബല ഖലമല മറബല ശരി ഖറബിയ റബ ഹബറലബ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ലശീര ബഹറദില ഖലമല മറബ റബ റിബൽ ഖലമാസി ഖറമനോ റബിയ റഹദല ബറബല ബറബ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിയ ഓരോ ദിവസങ്ങൾക്കും ഓരോ അഭിഷേകത്തിനും ഓരോ നിലയിലും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. Leka bahadala malesu bahaya del kobarati rimal hamamana sheria bahala labri kabina lo shiri haba baba leru bahara bar shiri marabara lami shabru hara dilesti lati baruka bala masheri habara bala lo ramana sherekia lo kumara kabina lo shiri ba rimana karabila kalabo sharaba baba Rikabal kabara bara serekia loru bahara bara bala bestedi bara lora bala kala bala bara bala ruka bahala bara bala ruba hala bara 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 bala sheria ruba haba bara 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 kala bara lere bara 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 habara bala kala bara 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 lora bara 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 എല്ലാവരും ബൈബിൾ എടുത്ത് ബൈബിൾ എടുത്ത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ ഒരു 5-ാം തിരുവചനം ഒന്ന് എടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 16:5. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. സഭ ശക്തിപ്പെടുകയും അനുദിനം സഭയിൽ ആളുകൾ വിശ്വാസം സ്വീകരിച്ച് വരികയും പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടവരുമായി ആദിമ നൂറ്റാണ്ടിലെ സഭ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. എന്നെ പ്രിയമുള്ളവരെ, സഭ ശക്തിപ്പെടുമ്പോൾ ഏതിനാലുള്ള ശക്തി? കരബലത്താലോ കായിക ബലത്താലോ സമ്പത്തിന് മേലുള്ള ശക്തീകരണമല്ല. സഭ ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഇന്നും എന്നും എല്ലാ കാലത്തും സഭ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാൻ തുടങ്ങിയ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കും. വിശ്വാസികളെ കർത്താവിന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ട് ജാതികളെ വിശ്വാസികളായി ചേർത്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് സഭയ്ക്ക് പോലും നിലനിൽപ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. സഭയിൽ സഭയുടെ എല്ലായിടങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്സ്, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഹല്ലേലൂയ സഭ ശക്തിപ്പെടുകയുള്ളൂ. സഭയ്ക്ക് ഇന്ന് പണം അല്ല ശക്തിക്ക് ആവശ്യം. സഭയ്ക്ക് ഇന്ന് കുറെ കെട്ടിടങ്ങളോ പാർപ്പിടങ്ങളോ കണ്ണുകൊണ്ട് കാണുന്ന വിധത്തിലുള്ള കുറെ സ്ഥാപനങ്ങളോ അല്ല സഭയുടെ ശക്തി. സഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ കാലത്തും അവിടെ പറയാണ്, അപ്പോസ്തലന്മാർ പോയി സഞ്ചരിച്ച് സ്ഥാപിതമായ സഭകളെ കുറിച്ചാണ്. ഒരു സഭയെ ഡിപ്പെൻഡ് ചെയ്തല്ല. അപ്പോസ്തലന്മാർ പോയ ഇടങ്ങളിലെല്ലാം സഭ രൂപപ്പെട്ടു.
ആ കൂട്ടം രൂപപ്പെട്ടു. ആ കൂട്ടങ്ങൾ എല്ലാവരെ കുറിച്ചും അപ്പോസ്തലന്മാരുടെ ആ പൊതു ശുശ്രൂഷകളിൽ നിന്ന് ഉണ്ടായ ശുശ്രൂഷയുടെ റിസൾട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സഭകൾ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ശക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്സ്, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സ്വരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ, പരിശുദ്ധാത്മാവിന്റെ നിർബന്ധങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്ലാനുകൾ, പരിശുദ്ധാത്മാവിന്റെ പദ്ധതികൾ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിൽ നിന്ന് അവർ പഠിച്ചിരുന്നു, അറിഞ്ഞിരുന്നു, അനുഭവിച്ചിരുന്നു. ഇതിനെല്ലാത്തിലും ഉപരിയായി അവർ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരുന്നു. എത്ര വലിയ ശുശ്രൂഷകനും, ഇവൻ സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ പത്രോസ് പോലും പരിശുദ്ധാത്മാവിന്റെ ചലനത്തിൽ കീഴ്പ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, നീ യോപ്പയിലേക്ക് പോ, അവര് വന്ന് നിന്നെ വിളിക്കുന്നവരുടെ കൂടെ നീ പോകോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ അദ്ദേഹം യാതൊരു ചാഞ്ചല്യവുമില്ലാതെ 12-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം, നിർബന്ധപ്രകാരം അദ്ദേഹം ആ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടു പോയി. പത്രോസിന് വേണമെങ്കിൽ പറയാം, എന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താക്കോലുണ്ട്, പരിശുദ്ധാത്മാവ് നിന്നെ കേൾക്കേണ്ട കാര്യം എനിക്കില്ല, എന്റെ കയ്യിൽ താക്കോലുണ്ട്, ഞാനാണ് ഈ ഇതിന്റെ എല്ലാം ടോപ്പ് ആൻഡ് ടോപ്പ് എന്ന് പറയാമായിരുന്നു. നോ, പരിശുദ്ധാത്മാവിനെ രുചിച്ചവന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചവന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കും. ആരൊക്കെ അവന്റെ കൂടെ നിന്നാലും നിന്നില്ലേലും, ആരൊക്കെ അവന്റെ ആശയത്തോട് അനുഗമിച്ചാലും അല്ലെങ്കിൽ ചേർന്ന് നിന്നാലും നിന്നില്ലെങ്കിലും അവന് യാതൊരു കുലുക്കം ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവ് അവനോട് എന്ത് പറയുന്നു അതിൽ അവൻ ആഴപ്പെടുകയും താന്നിരിക്കുകയും ചെയ്യും. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ശക്തീകരണം, ഒരു ഉയർച്ച വ്യക്തിപരമായി നിങ്ങൾക്ക് വേണമോ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ കീഴ്പ്പെടണം. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ച, അവരെപ്പോഴും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരുന്നു. അതിന്റെ 6-ാം തിരുവചനത്തിലും 7-ാം തിരുവചനത്തിലെല്ലാം പരിശുദ്ധാത്മാവ് യേശുവിൽ വചനം പറയാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു നോ. അന്ന് അവര് വേറെ സ്ഥലങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ സുവിശേഷം പറയാന്ന് വെച്ചു. പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. പരിശുദ്ധാത്മാവിന്റെ സ്വരങ്ങളെ അവർ അനുസരിക്കുക പതിവായിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ശക്തിയുടെ വക്താക്കളായി ആരിന്ന് സഭയിൽ നിൽക്കുന്നോ, ഈ ശക്തിയുടെ വക്താവായി ആര് സഭയെ പ്രതിനിധീകരിച്ച് സഭയെ ലീഡ് ചെയ്യുന്നോ, ആര് പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്തിന് കീഴ്പ്പെട്ട് സഭയുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്നോ, ഈ സഭ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇല്ല എങ്കിൽ ഈ സഭയിൽ ഭിന്നതകളും വിഭാഗീയതകളും എന്താ പറയാ, ജഡത്തിന്റെ പ്രവണതകളെല്ലാം കയറി അതിന്റെ തേജസ്സിനെ കെടുത്തിക്കളയും. എന്നിട്ടോ പുറമേയുള്ള ഭക്തിയുടെ ഭാഗ്യരൂപം അവിടെ സൃഷ്ടിക്കും. അതാണ് പൈശാചിക ലോകത്തിന്റെ ഇന്ന് സഭയിലുള്ള വിജയം. അവൻ പുറമേയുള്ള സംഭവമായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവര്, ഈ ശക്തിയുടെ വക്താക്കൾ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ ദൈവസ്വരം ശ്രമിച്ചിട്ട് ഒരു കാര്യങ്ങൾ സഭയിൽ എന്താ പറയാ നടപ്പിലാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ച്, ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം ശ്രവിക്കാത്ത ഒരു കാര്യവും സഭയിൽ നടത്തുകയില്ല എന്ന ഉറച്ച തീരുമാനവും നല്ല ആലോചനകളും എവിടെ ഏത് സഭയിൽ ദൃശ്യമാകുന്നു, പ്രകടമാകുന്നു, കീഴ്പ്പെടുന്നു, ആ സഭ ആത്മാവിൽ വളർച്ച പ്രാപിക്കുകയും വിശ്വാസികളുടെ എണ്ണത്തിൽ വർദ്ധിച്ചു വരികയും ജാതികളെ സഭയിലേക്ക് ചേക്കേറ്റുകയും ചെയ്യുന്ന
പരിശുദ്ധാത്മാവിന്റെ മഹനീയ പ്രവണതകൾ ഈ കാലത്തും കഴിഞ്ഞ ആദിമ നൂറ്റാണ്ടിന്റെ കാലത്തും ഈ കാലത്തും ഇനിയുള്ള കാലത്തും ഇത് സംഭവിക്കും. ഇല്ല എങ്കിൽ സഭയുണ്ടാകും. പേരിന് അത് ആ സഭ ഈ സഭ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവോ അതിന്റെ പ്രബലതകളോ പ്രകടമാകാതെ വരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം. എന്ത് വിശ്വാസം? സത്യവിശ്വാസം. ഏതാണ് സത്യവിശ്വാസം? സത്യത്തിന്റെ ആത്മാവ്. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. ആ സത്യാത്മാവിനെ ലോകത്തിന് അറിഞ്ഞുകൂടാ. ആ സത്യാത്മാവിനെ നിങ്ങൾക്കറിയാൻ കാരണം ആ സത്യാത്മാവ് നിങ്ങളോടുകൂടെ വസിക്കുന്നു. അങ്ങനെ സത്യത്തിന്റെ ആത്മാവ് സത്യത്തിൽ വഴി നടത്തുവാൻ തുടങ്ങിയാൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം സഭയ്ക്കകത്തുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ യേശു പറഞ്ഞതുപോലെ യേശു മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലെ സഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഭൂമിയിലുള്ള ഭവനമാണ്. ഭൂമിയിലെ സ്വർഗീയ ഭവനമാണ് സഭ. ആ സഭയിൽ ഒരു ഭയങ്കര ഡ്രൈനസ്, സഭയ്ക്ക് ഭയങ്കര പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാം. സ്കൂളുകളും കോളേജുകളും ആദര സേവന രംഗങ്ങളിലൊക്കെ മുൻപന്തിയിലായിരിക്കാം. എന്നാൽ ഈശോ പറയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ, ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സഭയിൽ വിശ്വാസം. എന്ത് വിശ്വാസം? സത്യവിശ്വാസം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സത്യത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിലുള്ള വിശ്വാസ സംവിധാനങ്ങൾ. അല്ലാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതാകുന്നതല്ല. അത് മനുഷ്യന്റെ പ്രചോദനത്താൽ, മനുഷ്യന്റെ ഇച്ഛയാൽ, മനുഷ്യന്റെ ആശയത്താൽ, മനുഷ്യന്റെ കോൺഫറൻസിൽ, മനുഷ്യന്റെ ചർച്ചകളിൽ, മനുഷ്യന്റെ ഒരു ടേബിളിന് ചുറ്റും വരുന്നുള്ള ചില കോൺഫറൻസുകളിൽ ഉരുത്തിരിയുന്ന നല്ല ആശയങ്ങളാണ്. അത് സ്വർഗീയമാകണമെന്നില്ല. സ്വർഗം അതിന് മുദ്ര ചെയ്യണമെന്നില്ല. സ്വർഗം മുദ്ര ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്നതായ കാര്യങ്ങളാണ്. അതിന്റെ മേൽ മുദ്ര വെക്കും പരിശുദ്ധാത്മാവ്. അതല്ല, ഇത് ബുദ്ധിയാൽ, ഈ വികാരങ്ങളാൽ, ആശയങ്ങളാൽ, ചർച്ചകളാൽ സംഭവിക്കുന്നതാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, യേശു പറയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. വിശ്വാസത്തിന് ആധാരമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഡ്രൈനസ് സഭയിൽ സംഭവിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ കാഹളധ്വനി നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ സ്വർഗം അറിയിക്കുന്ന ഈ സ്വർഗത്തിന്റെ വികാരത്തിന്റെ കൈമാറ്റം, ഈ സ്വർഗീയ പ്രഘോഷണം, ആത്മാവയക്കുന്ന ഈ പ്രബോധനം, ആത്മാവയക്കുന്ന ഈ ആത്മാവിന്റെ ആലോചന നിങ്ങൾ ഇത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ വഴി ഒരു ഉണർവ് സ്വർഗം ഭൂമിയിലെ തന്റെ വിശുദ്ധ സഭയിൽ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6:14. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6:14. എന്തിനാണ് ഈ ശക്തി കൊണ്ട് നമ്മൾ നിറയുന്നതിനെ കുറിച്ച് അവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാ, എല്ലാവരും വചനം ഒന്ന് എടുത്ത് നോക്കി വായിച്ച്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു. എങ്ങനെയാണ് ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:11 ആ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മർത്തി ശരീരത്തെയും ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ അതേ ആശയത്തിൽ കൊരിന്ത്യ സഭയോട് അപ്പോസ്തലൻ പറയാണ്, ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. ഇത് വേറെ ഒരു സിസ്റ്റത്തിലൂടെ അല്ല ഉയർപ്പിക്കപ്പെടുന്നത്. ആരോ എന്തോ പറഞ്ഞു, ആരോ പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥിച്ചെന്നോ, ആരോ അവിടെ വായിച്ചപ്പോ കേട്ടെന്നോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശക്തിയുണ്ടോ, ആ ശക്തി നിന്റെ മരണത്തിന്റെ ദിനത്തിൽ നിന്നെ ഉയർപ്പിക്കും. ഇല്ലെങ്കിൽ നീ ഉയർക്കുകയില്ല. എന്ത് സംഭവിക്കും? ന്യായവിധി ദിവസം വരെയും നീ ഈ ഭൂമിയിൽ മരിച്ചവരുടെ ലിസ്റ്റിൽ, മരിച്ചവരുടെ കൂട്ടത്തിൽ, പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കും. കർത്താവിന്റെ കാഹള ധ്വനിയെങ്കിൽ മാത്രമേ
മരിച്ചവർ ഉയർപ്പിക്കപ്പെടുകയുള്ളൂ. ഇല്ല എങ്കിലോ ഹല്ലേലൂയ, നിങ്ങൾ അതുവരെയും അവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സംഭരണശാലയായ നീയോ ഞാനോ മരിച്ചാൽ മരിക്കുന്ന നിമിഷത്തിൽ എടുക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക്. അനേക ദൈവിക വെളിപ്പെടുത്തലിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് ഇതാ അതിന്റെ 16-ാം തിരുവചനത്തിൽ 17-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഒരു വലിയ രഹസ്യം കേട്ടോണം. ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ വചനത്തിന്റെ ഒരു ചുരുളാണ് കർത്താവ് അപ്പോസ്തലനായ പൗലോസിന് ജ്ഞാനത്തിൽ കൊടുത്തത്. അതാണ് എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഞാൻ മരിക്കുന്ന നാഴികയിൽ എന്റെ ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ എന്റെ ആത്മാവും പരിശുദ്ധാത്മാവുമായി ഒന്നായിട്ടാണ് എനിക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം. ഞാൻ മരിച്ച ഉടനെ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിന് വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. പണ്ടൊരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഒരു ക്ലാസ്സിന് വേണ്ടി എന്നെ ശുശ്രൂഷയുടെ സ്ഥലത്ത് വെച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇന്ന് വരെ ഞാൻ കേൾക്കാത്ത പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകി എന്നെ അഭിഷേകം ചെയ്ത് ഈ സെക്ഷൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എന്ത് കാണുന്നു? അപ്പോൾ ഞാൻ പറയാണ്, ഞാനൊരു കിണർ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആ കിണറ്റിൽ നിന്ന് അല്പം ജലം ഒരു പാത്രത്തിൽ കോരിയെടുക്കുക. ഞാൻ വേഗം തന്നെ ഒരു തൊട്ടിയും കയറും എടുത്ത കിണറ്റിലിട്ട് അതിൽ നിന്ന് വെള്ളം വേഗത്തിൽ കോരിയെടുത്ത് കുറച്ച് ആ പാത്രത്തിൽ നിന്ന് കുടിച്ചു. ഉടനെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ആ വെള്ളം നീ തിരിച്ചൊഴിക്കുക. ആ വെള്ളം ഞാൻ തിരിച്ച് ആ കിണറ്റിലേക്ക് ഒഴിച്ചു. കുടിച്ചതിന്റെ ബാക്കി വെള്ളം, ആ ബാക്കി ഒഴിച്ച വെള്ളം ആ കിണറ്റിലെ വെള്ളത്തിലേക്ക് വീണ ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാണ്, ആ വെള്ളം നീ വേർതിരിച്ച് ഒരിക്കൽ കൂടി തിരിച്ചെടുക്കുക. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ലല്ലോ. ഉടനെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇതുപോലെയാണ് ഞാൻ മനുഷ്യന്റെ ആത്മാവിൽ പ്രവേശിച്ചാൽ അവന്റെ ആത്മാവും എന്റെ ആത്മാവുമായി ഒന്നായി, ഞാനുമായി ഒന്നായിട്ട് ജലം ജലത്തിൽ ലയിച്ചതുപോലെ വേർപിരിയാൻ ഒരിക്കലും സാധിക്കാത്തതുപോലെ എന്റെ ആത്മാവും ദൈവാത്മാവുമായി ഒന്നായി, ആ മനുഷ്യന്റെ ആത്മാവുമായി ഒന്നായി ദൈവാത്മാവ് എന്റെ ആത്മാവിനെ, മനുഷ്യന്റെ ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോകും. ആ മനുഷ്യന്റെ ആത്മാവ് സ്വർഗപിതാവിലേക്കാണ് ഈ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പിതാവ് പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്ന ആ മനുഷ്യന് വിശ്രമ കേന്ദ്രം ഒരുക്കും, അവന് ആശ്വാസ കേന്ദ്രം ഒരുക്കും, അവനൊരു നിത്യഭവനം നൽകും. ആ നിത്യഭവനത്തിൽ പ്രവേശിക്കുന്നവന്റെ പേരാ സഭയിലെ വിശുദ്ധന്മാർ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരാൾ വിശുദ്ധനായി സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ. ഇനി വിശുദ്ധന് സ്വർഗത്തിൽ ശുശ്രൂഷ പദവിയുണ്ട്. ഈ ഭൂമിയിലുള്ള ഈ സഹോദരന് അല്ലെങ്കിൽ ഈ വൈദികന് ദൈവ ശുശ്രൂഷ ഉള്ളതുപോലെ തന്നെ സ്വർഗത്തിലും ശുശ്രൂഷയ്ക്ക് ദൈവം ശുശ്രൂഷയുടെ അവകാശത്തിൽ ഓഹരിക്കാരനായി ഈ ഭൂമിയിലുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും അവന്റെ മേൽ നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. പിതാവിന്റെ അവകാശിയും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശിയും. ഈ ഭൂമിയിലുള്ള അവകാശം, ശുശ്രൂഷ പദവിയുടെ അവകാശം സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഉണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവിടെയും നമുക്ക് ഒരുപാട് ശുശ്രൂഷയുണ്ട്. അവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ആരെങ്കിലും പ്രവാചക, ദൈവപുരുഷ, വിശുദ്ധ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ എന്നെ വിഷയം എന്ന് പറയുമ്പോൾ എന്റെ ശുശ്രൂഷയുടെ അവകാശത്തിന്റെ പദവി ആ വ്യക്തിയുടെ മേലേക്ക് എനിക്ക് കൈമാറുവാൻ സാധിക്കും. അതാണ് ഒരു വിശുദ്ധന്റെ ഈ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവകാശത്തിന്റെ ശുശ്രൂഷ. ശുശ്രൂഷകന്റെ ശുശ്രൂഷയിൽ നിന്നും ഒരിക്കലും ഒരു ശുശ്രൂഷകൻ വിരമിക്കുന്നില്ല, റിട്ടയർമെന്റ് ഇല്ല. സ്വർഗത്തിൽ പോലും അവന് പിതാവിനോട് ചേർന്ന് ശുശ്രൂഷയുണ്ട്. അതാണ് അതിന്റെ ഒരു വലിയ തെളിവാണ് താബോർ മലയിൽ മോശയും ഏലിയ പ്രവാചകനും വന്നതിന്റെ കാരണം. അവർക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേ ശുശ്രൂഷ പദവി അനേക വർഷങ്ങൾക്ക് ശേഷവും പിതാവാം ദൈവം നൽകി ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ പദവി പിൻവലിക്കപ്പെടുന്നില്ല,
ശുശ്രൂഷയുടെ അവകാശം അവരുടെ മേലുണ്ട്. അവർ ശുശ്രൂഷയ്ക്ക് എപ്പോഴും പ്രവർത്തന നിരതരാണ്. ശുശ്രൂഷയിൽ നിന്നും അവർ അതുവരെ വിരമിച്ചിട്ടില്ല എന്നെല്ലാം അതിനർത്ഥമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അപ്പോസ്തലൻ ഈ ജ്ഞാനം ഉണ്ടായിട്ട് അദ്ദേഹം പറയാണ്, 17 തിരുവചനം 1 കൊരിന്ത്യർ 6:17 പറയാണ്, കർത്താവുമായി സംയോജിക്കുന്നവൻ വെള്ളം ജലത്തിൽ ലയിക്കുന്നത് പോലെ സംയോജിക്കുന്നവൻ. ഹല്ലേലൂയ. ജലത്തിൽ ലയിക്കുന്നത് പോലെ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കൂടിക്കലരുണ്ടായാൽ അന്ന് മുതൽ ഈ വന്ന ജീവന്റെ ജലം, ജീവൻ മാത്രമായിരുന്ന ഈ ജലം, അതായത് മനുഷ്യന്റെ ആത്മാവ്, ജീവൻ മാത്രമായിരുന്ന മനുഷ്യന്റെ ആത്മാവിൽ ജീവന്റെ ജലമായ പരിശുദ്ധാത്മാവ് അധികാരം ഏറ്റെടുക്കുകയും ക്രിയ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചലിപ്പിക്കുകയും ഉയർത്തുകയും നയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് നിത്യതയിൽ കൊണ്ടുപോകും. ഇതൊരു നോളജ് കൊണ്ട് സാധിക്കുന്നതല്ല. ഇതാരുടെയെങ്കിലും ആശയം കൊണ്ട് സാധിക്കുന്നതല്ല. ഇത് പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രം സംഭവിക്കുന്നതും സംഭവിക്കേണ്ടതുമായ കാര്യമാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായ ഒരു വലിയ വേദന അദ്ദേഹം പറയാണ്. അത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം എത്രയായിരുന്നു? 3-ാം അധ്യായം, ഗലാത്യർ 3, ഗലാത്യ 3, ഗലാത്യ 3, 3:1 അതിന്റെ 3:5 ഗലാത്യ 5:1 വെറുതെ ഒന്ന് വായിക്കാൻ എന്റെ മുമ്പിൽ ഇപ്പൊ അത് വന്നുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ആരും വായിക്കണ്ടേ? വായിക്കാം പ്ലീസ് കം പ്ലീസ്. താങ്ക് യു. ഞാൻ പറഞ്ഞ വായിക്കണം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. വീണ്ടെടുത്തു. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിലേക്ക്. എന്ത് സ്വാതന്ത്ര്യം? ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം ലഭിച്ച നീ ഒന്നിലും അടിമപ്പെട്ടു പോകരുതെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ക്രമപ്പെടുത്തി ലിഖിതത്തിൽ എഴുതി ചാർത്തി. മക്കളെ, ക്രിസ്തു നിങ്ങളെ എന്താ പറയാ? ക്രിസ്തു നിങ്ങളെ മോചിപ്പിച്ചു, മോചനം നൽകി. അതെന്താ പറയാൻ കാരണം? അങ്ങനെ മക്കളെ, അടിമത്തം എന്ന പൈശാചികന്റെ തന്ത്രം ആത്മീയതയിൽ അവൻ അടിമയാക്കും. ആത്മീയ തലങ്ങളിൽ വികലത കൊണ്ടുവന്ന് നമ്മളെ അടിമയാക്കും. ആത്മീയതയിൽ അന്ധത കൊണ്ടുവന്ന് നമ്മൾ അവന്റെ അടിമയാക്കും. ആത്മീയയിൽ തെറ്റായ വിശ്വാസം അവൻ ആഡ് ചെയ്യും. ആദ്യം നമുക്കത് ശരിയായി തോന്നും. നമുക്കെല്ലാം അങ്ങനെയാണ്. ആരംഭത്തിൽ നമുക്കതെല്ലാം ശരിയാണെന്ന് തോന്നും. പക്ഷെ അതല്ല ശരി. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നയിക്കുന്ന നിലയിലുള്ളതാണ് ശരി. ബാക്കിയൊന്നും ശരിയല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഞാനിന്ന് വടക്കേ ഇന്ത്യയിലുള്ള കുറച്ച് ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷന് വേണ്ടി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. അവരുടെ മുമ്പിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എല്ലാം വെളിപാടനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു വെളിപാടാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു പക്ഷെ വിദ്യാഭ്യാസത്തിൽ കുറവ് സംഭവിച്ചിട്ട് ഈ വചനം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും സാരമില്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് എന്ന പുസ്തകത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ബൈബിൾ. ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ തുടങ്ങി
വെളിപാടെന്ന പുസ്തകത്തിൽ അവസാനിക്കുന്ന പുസ്തക ചുരുളാണ്. ചുരുളിന്റെ ആകെ ഒരു രൂപമാണ് ബൈബിൾ. ഇത് നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, ഇതിനെക്കുറിച്ച് ആത്യന്തികമായും ആധികാരികമായും അറിവില്ലാതെ പോയാലും സാരമില്ല. കാരണം ഇതൊന്നും അറിഞ്ഞിട്ടല്ല യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചത്. എങ്ങനെയാണ് യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചത്? സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം എന്ന് പ്രസംഗിച്ചില്ല. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം എന്ന് പ്രസംഗിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 3:18 എന്ന് യേശു പ്രസംഗിച്ചില്ല. അതിൽ നിന്നുള്ള വചനങ്ങളോ വാക്കുകളോ എടുത്തല്ല യേശുവിന് പ്രസംഗിക്കേണ്ട വന്നത്. കാര്യം തന്നിൽ തന്നെ ദൈവീക ജ്ഞാനത്താൽ വെളിപ്പെട്ട ദൈവിക സൂക്തങ്ങൾ, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വചനമായി ഈ വായിൽ നിന്ന്, യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു എടുപ്പിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിലും പരസ്യ ശുശ്രൂഷ വേളകളിലും അവർ കൂടുതലായി ആത്മാവിൽ അവർക്ക് കിട്ടിയ കാര്യങ്ങളുടെ കൈമാറ്റമാണ് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ ഇതുപോലെ മുമ്പ് മോശയുടെ കാലത്ത് പറഞ്ഞെന്നും, ഇതുപോലെ ഹേനോക്ക് എടുക്കപ്പെട്ടെന്നും, ഇതുപോലെ പൂർവ്വപിതാവായ ജോസഫ് പറഞ്ഞെന്നും, ഇതുപോലെ നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം ചില സന്ദർഭങ്ങളിൽ മാത്രം പറഞ്ഞ് അവരുടെ ആ കാലത്തെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ചില ക്രമീകരണങ്ങളെ കുറിച്ച് മാത്രം പറയുകയും, കൂടുതൽ അവർ ആത്മാവിന്റെ ജ്ഞാനം വാക്കുകൾ കൊണ്ട് അലങ്കരിച്ച് പ്രഘോഷിക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് അവർ പ്രഘോഷിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അവർ വഴി അവരുടെ ശിഷ്യഗണങ്ങളും എഴുതി ഇതൊരു പുസ്തക ചുരുളായി നമുക്ക് ലഭിച്ചു. ഈ പുസ്തക ചുരുൾ പഠിച്ചും നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. എന്നാൽ ഈ പുസ്തക ചുരുൾ പഠിക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസമോ പഠിക്കാൻ പറ്റാത്ത സാധ്യതകൾ നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഈ പുസ്തകം ഭൂമിയിൽ നിന്ന് കത്തിച്ചു കളയുവാൻ എല്ലാ രാജ്യങ്ങളുടെ നേതാക്കന്മാർ കൽപ്പന പുറപ്പെടുവിച്ചാൽ, എന്റെ വീട്ടിലെ പുസ്തക ചുരുൾ വന്ന് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് കത്തിച്ചു കളഞ്ഞാലും എന്റെ അകത്ത് വെളിപ്പെട്ട് കിടക്കുന്ന സ്വർഗീയ ജ്ഞാനത്തെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ആ ജ്ഞാനവുമായി ശബ്ദമായി ഞാൻ പുറത്തേക്ക് പോയാൽ എന്റെ മുൻപിൽ ശുശ്രൂഷ വെളിപ്പെടും. അതിനെനിക്ക് പുസ്തകത്തിന്റെ ആവശ്യമില്ല എന്നത് പോലെയുള്ള രണ്ട് വിധ ശുശ്രൂഷകൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന്, ആത്മാവ് മുൻപ് പഠിപ്പിച്ച തിരുവചന ശുശ്രൂഷകൾ പ്രഘോഷിക്കാം, അതാണ് ബൈബിൾ. രണ്ട്, ആത്മാവ് അതാത് ദിവസങ്ങളിൽ, അതാത് മണിക്കൂറിൽ, അതാത് സന്ദർഭങ്ങളിൽ, അതാത് വേദികളിൽ, അതാത് വേളകളിൽ നിന്റെ അകത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന ജീവജലത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ, പ്രബോധനങ്ങൾ, പ്രഘോഷണങ്ങൾ, അത് സുവിശേഷ പ്രഘോഷണമായി മാറും. അങ്ങനെ രണ്ട് തരം ശുശ്രൂഷകളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതിൽ നിന്റെ അകത്ത് ഏത് രൂപപ്പെട്ടാലും അത് ദൈവ മഹത്വത്തിന് വേണ്ടി നീ കാഴ്ചവെക്കണമെന്ന് ഞാൻ പറയാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, സാധിക്കുമെങ്കിൽ ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ പരമാവധി എന്താ പറയാ, ഈ ഹൃദയത്തിൽ ആക്കി വെക്കണം, ഹൃദയസ്ഥമാക്കണം. കഴിയുമെങ്കിൽ, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം ഉള്ളിൽ ആഡ് ചെയ്യണം. എന്നാൽ അത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, നിന്റെ ജ്ഞാനത്തിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ സംഭരിക്കണമേ. പരിശുദ്ധാത്മാവ് സംഭരിപ്പിക്കുവാൻ തുടങ്ങും. ഇത് പഠിച്ചാൽ മാത്രമേ, ഇത് പറഞ്ഞാൽ മാത്രമേ, ഇതിൽ കിടക്കുന്ന വാക്കുകളിൽ മാത്രമേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അയ്യോ കഷ്ടം. രണ്ട് വിധം ദൈവ പ്രവർത്തികൾ ഈ ശുശ്രൂഷയുമായി ബന്ധത്തിൽ ദൈവത്തിനുണ്ട്. അത് രണ്ടിലും ദൈവം തന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കും, പ്രകടിപ്പിക്കും. ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമോ ഒന്നൊന്നിനേക്കാൾ ചെറുതോ അല്ല. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, വീണ്ടെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അടിമത്തത്തിന്റെ നുകത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
അടിമത്തത്തിന്റെ നുകം അവരുടെ ഇടയിൽ പിന്നീട് നിലനിന്നിരുന്നു. ഈ കാലത്തും അടിമത്തത്തിന്റെ പ്രഘോഷണങ്ങൾ, അടിമത്തത്തിന്റെ പ്രബോധനങ്ങൾ, അടിമത്തത്തിന്റെ പലവിധ വിശ്വാസേരികൾ ഉണ്ട്. അതിനാരെങ്കിലും പോയി തോൾ വെച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മേൽ ആ അടിമത്തത്തിന്റെ നുകം നിങ്ങളുടെ തോളിൽ വരും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആത്മാവ് വഹിച്ചു കൊണ്ടുപോകുന്ന നിലയിലുള്ള പ്രവൃത്തി വെളിപ്പെടുകയില്ല. എന്നാൽ ഒരളവിലൊരു പ്രവൃത്തി നിങ്ങളിൽ പ്രകടമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞത്, മക്കളെ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളുമായി ഓടിപ്പോകരുത്. എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, നിങ്ങൾ പിതാവിൽ നിന്ന്, എന്നിൽ നിന്ന് നിങ്ങൾ പരിചയപ്പെട്ട് കേട്ട പിതാവിൽ നിന്ന് അയക്കപ്പെടുന്ന ആ പവിത്രാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. ആ പവിത്രാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂദയായാലും ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ദേശത്തും രാജ്യങ്ങളിലും ഭാഷകളിലും പട്ടണങ്ങളിലും ലോകത്തിന്റെ അതിരുകൾ വരെയും നിങ്ങൾ എൻ്റെ നാമത്തിന്റെ സാക്ഷികളായി വലിയ വലിയ ശുശ്രൂഷകൾക്കായി നിയോഗിക്കപ്പെടും. അല്ല എങ്കിൽ അവരെ ഉടനെ പറയാണ്, നമ്മളെല്ലാം യഹൂദരല്ലേ, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഒരു വചനമുണ്ട്. എന്താണ് വചനം? നിങ്ങൾ പുരോഹിതന്മാരെ ബഹുമാനിക്കണം, പുരോഹിതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. വിശ്വാസികളെ, പത്രോസ് പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു, എല്ലാം ശരിയാണ്. നമ്മുടെ ഈ ലൂക്കാസ് വിശേഷത്തില് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ഒരു സംഭവം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, യേശു പ്രത്യക്ഷപ്പെട്ട് ഇവരുടെ കൂടെ നടക്കുകയാണ്. അപ്പോ യേശുവിനോട് ആ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് പറയാണ്, അതെ, യേശു എന്ന ഒരുവൻ ഇവിടെ വന്നിരുന്നു, അവനെ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പുരോഹിതരെല്ലാരും കൂടെ കൂടി കൊന്നു. അവനെന്ന് യേശുവിനെ കുറിച്ചു പുരോഹിതരെ അല്ലെങ്കിൽ അവരുടെ ജനപ്രമാണികളെ ഞങ്ങളുടെ എന്നും പറഞ്ഞ് രണ്ട് വിധത്തിലുള്ള പ്രഖ്യാപനം അവർ നടത്തുന്നുണ്ട്. നിങ്ങൾ പിന്നീട് ഒന്ന് പഠിച്ചു നോക്കണം. ഈ തലത്തിലുള്ള ഈ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ ന്യായമായും പഴയ നിയമത്തിൽ ഒരുപാട് പുരോഹിതന്മാരെ കുറിച്ച് ഒരുപാട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞ പരിചയമുള്ള യഹൂദ പാരമ്പര്യത്തിലുള്ള ആ ശിഷ്യന്മാർക്ക് യഹൂദ പാരമ്പര്യത്തിലുള്ള മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട്, ദൈവം തന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ഇനിയുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധനത്തിന് കീഴ്പ്പെടാൻ പോയിരുന്നെങ്കിൽ ഇന്ന് നീയും ഞാനും കാണുന്ന സഭ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ഈ വചനം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളെ എവിടേക്ക് മോചിപ്പിച്ചെടുത്തോ അവിടെ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അല്ലെങ്കിൽ അവൻ നിങ്ങളെ ചതിക്കും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ വഞ്ചിക്കും. ആരാണവൻ? അടിമത്ത നുകം തരുന്ന സാത്താന്യ ശക്തി. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവുമായി നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു മണവാളൻ മണവാട്ടിയുമായിട്ടുള്ള ബന്ധം പോലെ ആയിരുന്നിട്ടും നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? എങ്ങനെയാണ്? ഭോഷന്മാരായ ഗലാത്യക്കാരെ, ഗലാത്യ 3:1, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്ത്
ഈ ആത്മചലനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അടുത്തൊരു പദം പറയുന്നത് കേട്ടോണം. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ ആഭിചാരം നിങ്ങളുടെ ഇടയിൽ കയറി വന്നത്? എങ്ങനെയാണ് ഈ സത്യവിശ്വാസത്തെ വികലമാക്കുന്ന ഒരു സാധ്യത കയറി വന്നത്? അതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോസ്തലൻ വികാരപൂരിതനായി പറയാണ്, ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലാണോ? എന്ത് നിയമം? യഹൂദരുടെ നിയമം. അതെവിടെ നിന്ന് ഉത്ഭവിച്ചു? മോശയിൽ നിന്ന് ഉത്ഭവിച്ചു. കാലത്തിന്റെ തികവിൽ നിയമത്തെ ആത്മാവിലേക്ക് ചേഞ്ച് ചെയ്ത്, ആത്മാവിൽ എല്ലാ നിയമവും ആഡ് ചെയ്ത്, ആത്മാവിൽ നയിക്കപ്പെടുന്നവർ മാത്രം സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പഠിപ്പിക്കാൻ മാത്രം പരിശുദ്ധാത്മാവിൽ ജ്ഞാനമുള്ളവായി റോമ 8:9 യഥാർത്ഥമായ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അവൻ നിങ്ങളെ ശരിയായ വിശ്വാസത്തിൽ, ശരിയായ വഴിയിൽ, ശരിയായ മാതൃകയിൽ നയിച്ച്, ഇതാ ഇങ്ങനെയാണ് വചനം പറയുന്നത്. റോമ 8:9 പറയുന്നത് ഇങ്ങനെയാണ്, യഥാർത്ഥമായ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരായിരിക്കുകയില്ല. ഹല്ലേലൂയ. എത്രയോ പേർ വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞ് അവർ എന്തൊക്കെയോ കാണിച്ച് ആത്മാവിൽ വളർച്ച പ്രാപിക്കാതെ അവരൊക്കെ എന്തൊക്കെയോ ഭക്തിയുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ കൂടെ നടന്ന് സഞ്ചരിച്ച് അവർ മണ്ണാകുന്നു. അപ്പൊ ആരൊക്കെയോ വിളിച്ചു പറയും, മനുഷ്യ നീ മണ്ണാണ്, മണ്ണിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഒരു കൂദാശയൊക്കെ നടത്തി കുറച്ച് കുന്തിരിക്കും മണ്ണൊക്കെ ഇട്ട് അവരെ പെട്ടിയിൽ അടയ്ക്കും. ഈ കുന്തിരിക്കും മണ്ണും പെട്ടിയിൽ അടച്ച അനേകരുടെ ശവം ദൈവത്തിന്റെ കൃപയാൽ നീക്കി വേറെ ബോഡികൾ, ആ ശവങ്ങൾ അതിന്റെ മുകളിൽ വെക്കുവാൻ ഒരു അനാഥ മന്ദിരത്തിൽ സർവീസ് ചെയ്ത കാലത്ത് ഒരു 20-ലധികം ജഡമെങ്കിലും അതുപോലെ നീക്കി പുതിയത് വെക്കാൻ ദൈവൻ അനുവദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാ, എത്ര തന്നെ വെഞ്ചിരിച്ചാലും, എത്ര തന്നെ കുന്തിരിക്കും വീശിയാലും മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ദൈവം പറഞ്ഞ ദൈവപിതാവ് പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപന വചനം മണ്ണായി തീർന്ന ബോഡികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആമേൻ. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന് അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അടുത്തൊരു വചനം കേട്ടോ, ഗലാത്യർ 3:3 നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആത്മാവിൽ തുടങ്ങിയിട്ട് അത് ആത്മാവിൽ തന്നെ ഫിനിഷ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആത്മാവിന്റെ ചലനത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ചിലർ പുറകോട്ട് വലിക്കും, അങ്ങനെയല്ലടാ ഇങ്ങനെയാടാന്ന് പറയും. പക്ഷെ ആത്മാവ് നിന്നോട് എന്ത് പറയുന്നു എന്ന് നീ ആലോചന ചോദിച്ചില്ലെങ്കിൽ, ആദ്യ നിർബന്ധത്തിൽ നീ അവർക്ക് വശംവദനായാൽ, കീഴ്പ്പെട്ടാൽ, നീ ആത്മാവിന് യോജിച്ചവനായിരിക്കില്ല പിന്നീട്. അതാണ് കാറ്റിനെ കുറിച്ചുള്ള ഒരു ഉപമയിലൂടെ ഈശോ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് നയിക്കുന്നു. ഇതുപോലെയാണ് ആത്മാവിൽ ജീവിക്കുന്നവൻ നയിക്കപ്പെടുകയല്ല കാറ്റിനെ, കാറ്റ് ജീവിക്കുന്നവനെ നയിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, ആത്മാവ് മനുഷ്യനെ ആരിൽ വസിക്കുന്നു അവനെ നയിക്കുകയാണ്. കാറ്റ് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. മനുഷ്യൻ കാറ്റാകുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുകയല്ല. ഈ കാലഘട്ടം ശ്രദ്ധിച്ചു കേട്ടോണ് ഞാൻ ഈ പറയുന്നത്. ഈ കാലഘട്ടം മനുഷ്യൻ പരിശുദ്ധാത്മാവുന്ന കാറ്റിനെ
വലിച്ചുകൊണ്ടോ തടഞ്ഞു വെച്ചോ തള്ളി നീക്കിയോ കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ്. നല്ല ആശയങ്ങൾ അവരുടെ പ്രബോധനങ്ങളിൽ, വിശ്വാസത്തിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാം ശരി പോലെയാ, എന്നാൽ ഒരേ ഒരു ശരിയുള്ളൂ. എല്ലാം ശരി പോലെയാ, എന്നാൽ ഒരേ ഒരു ശരി പോലെയുള്ളൂ. ഒരേ ഒരു ശരി. അതാണ് യൂദ എഴുതിയ ലേഖനം 20-ാം തിരുവചനം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചലനത്തിലും, നിങ്ങളുടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും ആത്മാവിൽ കണക്റ്റ് ആയിരിക്കണം. ബൈബിളിലെ സങ്കീർത്തനം 91 വായിച്ച് പ്രാർത്ഥിക്കാം. 23-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാം. ഇത് ബൈഹാർട്ടാക്കിയാൽ ഇത് പ്രാർത്ഥനയാക്കാം. 51-ാം സങ്കീർത്തനമോ 53-ാം സങ്കീർത്തനമോ 58-ാം സങ്കീർത്തനമോ 57-ാം സങ്കീർത്തനമോ ഒക്കെ നമുക്ക് പ്രാർത്ഥനയാക്കി ഉരുവിടാം. നല്ലതാണ്. എന്നാൽ യൂദ ആരാണ്? യൂദ യേശുവിന്റെ ശിഷ്യനായിരുന്ന 12 പേരിൽ ഒരുവനായിരുന്ന യൂദ. അദ്ദേഹം പറയാണ്, നിങ്ങൾ വളർച്ച പ്രാപിക്കണമോ? എങ്ങനെയുള്ള വളർച്ച? ശാരീരിക വളർച്ചയല്ല, ഭൗതികമായ വളർച്ചയല്ല, മാനുഷികമായ മാനദണ്ഡം പേറുന്ന വളർച്ചയല്ല, മനുഷ്യന്റെ അംഗീകാരമോ കിരീടമോ പുതിയ വസ്ത്രങ്ങളോ വെറൈറ്റി തലത്തിലുള്ള എന്താ പറയാ, അങ്ങനെയുള്ള വളർച്ചയല്ല. പരിശുദ്ധാത്മാവിലുള്ള വളർച്ച. അദ്ദേഹം പറയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ. ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വിശുദ്ധമായ വിശ്വാസത്തിൽ, വിശുദ്ധ വിശ്വാസത്തിൽ. അങ്ങനെയാണ് പിയോസ് ബൈബിളിൽ പറയുന്ന പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും. നിങ്ങളുടെ പവിത്രമായ വിശ്വാസമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ ഒരു അഭിവൃദ്ധി ഉണ്ടായിരിക്കും. ആത്മാവിൽ നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യരാകരുത്. നിങ്ങൾ ആത്മാവിൽ സമ്പന്നരായിരിക്കണം. അതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന്, ഹല്ലേലൂയ, മഹത്വത്തിന്റെ സമ്പന്നത അത് കൈകാര്യം ചെയ്യുവാൻ തക്കമുള്ള ജ്ഞാനപ്രാപ്തനായി തീർന്നത് പൗലോസ് ഗമാലിയേലിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് പഠിച്ചതുകൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടൊന്നുമല്ല. പരിശുദ്ധാത്മാവിന്റെ ആലയമായി താൻ തീർന്നു. പരിശുദ്ധാത്മാവിന്റെ സംഭരണശാലയാകാൻ താൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ താൻ ചെയ്ത് തീർത്തു. അങ്ങനെ ആത്മാവ് അവനെ സംഭരണശാലയാക്കി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ എത്രയായിരുന്നു? 12-ാം അധ്യായം അതിന്റെ 12:1 വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. കാരണം എന്നെ ദൈവം കൂടുതൽ ഉപയോഗിച്ചു, ശക്തിയോട് ഉപയോഗിച്ചു, ഭയങ്കര അഭിഷേകം ഉണ്ടായി. ഞാൻ 1 കൊരിന്ത്യർ 14:18 പറയുന്ന പോലെ ഞാൻ ഏറ്റവും അധികം കൂടുതൽ, നിങ്ങളെക്കാൾ കൂടുതൽ ഭാഷാപരം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതിൽ ഞാൻ എന്നൊക്കെ പറയാൻ, ഒരുപാട് അഭിമാനിക്കാനുള്ള, ആത്മപ്രശംസ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരുപാട് ശുശ്രൂഷ സെക്ഷനുകൾ പരിശുദ്ധാത്മാവ് തന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. അടുത്ത വാക്ക് കേട്ടണം. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല, ഒരു നേട്ടവുമില്ല. വെറുതെ 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 വെറും വെറുതെ. ഹല്ലേലൂയ. സമയം പോവാണ്, സാരമില്ല. നമുക്കൊരു ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നു. വെറും വെറുതെയാണ്, ഒരു നേട്ടവുമില്ല, ഒരു നേട്ടവുമില്ല. അത് അടുത്ത വാക്ക് പറയാണ്, ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്ത അദ്ദേഹം പറയാണ്,
പിന്നീട് അദ്ദേഹം വെളിപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ നമുക്കൊരു പിന്നീട് ഏതെങ്കിലും സെക്ഷനുകളിൽ പഠിക്കാവുന്ന വലിയ ആഴമുള്ള കാര്യങ്ങളാണ്. അതിന്റെ 7-ാം തിരുവചനം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വെളിപാടുകളുടെ തള്ളലുകൾ എന്നിൽ സംഭവിക്കുകയാണ്. വെളിപാടുകളുടെ കടന്നുകയറ്റം, വെളിപാടുകളുടെ നിർബന്ധം. കണ്ടോ? ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ വെളിപാടുകളുടെ നിർബന്ധം, വെളിപാടുകളുടെ കടന്നുകയറ്റം, വെളിപാടുകളിൽ ദൈവം നമ്മളെ നയിക്കും. അതാണ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1:17 ആണോ? എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1:17 ആണോന്ന് നോക്കി. 1:17 1:17 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തു എന്നല്ല അദ്ദേഹം പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്. അടുത്ത പദം വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തിലെ ശിഷ്ടങ്ങളെക്കുറിച്ച്, സ്വർഗരാജ്യത്തിലെ ഏരികളെക്കുറിച്ച്, സ്വർഗരാജ്യത്തിലെ മഹത്വത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തിലെ ശക്തിയെക്കുറിച്ച്, സ്വർഗരാജ്യത്തിലെ ഭവനങ്ങളെക്കുറിച്ച്, സ്വർഗരാജ്യത്തിലെ ദൈവം മുൻപാകെ പ്രത്യക്ഷപ്പെടുന്ന വെളിപ്പെടുന്ന ദൈവദൂതന്മാരെ കുറിച്ച്, സ്വർഗരാജ്യത്തിലെ വിശുദ്ധരായിരിക്കുന്ന ഇടങ്ങളെ കുറിച്ച്, അവരുടെ ഭവനങ്ങളെ കുറിച്ച്, അവരുടെ ഭവനത്തിലെ വസതിയിലെ പ്രത്യേകതകളെ കുറിച്ച്, ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഭവനത്തിലെ പ്രത്യേകതകളെ കുറിച്ച്, ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഭൂതികളുടെ പ്രത്യേകതകളെ കുറിച്ച്, ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വർഗീയ അഭിഷേകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, സ്വർഗത്തിൽ ആയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, സ്വർഗത്തിലെ ഇടങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ വസ്തുക്കളെ കുറിച്ച്, സ്വർഗീയ സിസ്റ്റങ്ങളെ കുറിച്ച്, സ്വർഗീയ നിയമങ്ങളെ കുറിച്ച്, സ്വർഗീയ പദ്ധതികളെ കുറിച്ച്, സ്വർഗത്തിലെ ന്യായവിധിയെ കുറിച്ച്, സ്വർഗത്തിലെ വിശുദ്ധരുടെ കൂട്ടത്തെ കുറിച്ച് എല്ലാം അറിയുവാനുണ്ട്. ഈ അറിവ് പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് ജീവനേകുകയില്ല. ആത്മാവ് വ്യക്തിപരമായി ജ്ഞാനത്തിലൂടെയും വെളിപാടുകളിലൂടെയും നയിക്കുവാനും പഠിപ്പിക്കുവാനും പരിചയപ്പെടുത്തുവാനും അനുഭവിപ്പിക്കുവാനും തുടങ്ങിയാൽ, അടുത്ത അപ്പോസ്തലൻ പറഞ്ഞു കേട്ടോണം, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. പൂർണ്ണമായ അറിവ്. ആദ്യ നാളുകളിൽ നമുക്ക് എപ്പോഴും ഭാഗികമായ അറിവാണ് ഉണ്ടാവുക. അതൊട്ടുമുക്കാലും തിരുവചനാടിസ്ഥാനത്തിലാണ്, ദൈവവചനത്തിന്റെ അറിവിലാണ്, ദൈവവചന പ്രഘോഷണ വേളകളിലാണ്, ദൈവവചന പ്രഘോഷണ വേദികളിലാണ്, ദൈവവചന പ്രഘോഷണ ബന്ധങ്ങളിലാണ്, ദൈവവചന പ്രഘോഷണ അനുഭവങ്ങളിലാണ്, ദൈവവചനം കേൾവിയിലൂടെയാണ്, ദൈവവചനം വായിക്കുന്നതിലൂടെയാണ്, ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് ഈ ആദ്യകാല അറിവുകളെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ ആ അറിവിൽ മാത്രം നിലകൊണ്ടു പോയാൽ അയ്യോ, ഹല്ലേലൂയ, എന്റെ പ്രിയമുള്ളവരെ, ചില ആത്മീയ രഹസ്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ആരുടെ ഹൃദയത്തിൽ ഒരു എതിർപ്പ് രൂപപ്പെട്ടു, എന്തോ തെറ്റായ ആശയം രൂപപ്പെട്ടു കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഞാനത് ആത്മാവിൽ അറിയുന്നു. നിങ്ങളുടെ ആത്മാവ് എൻ്റെ ആത്മാവുമായി ഹൃദയവുമായി കണക്ട് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് വെച്ചിരിക്കുകയാണ്. അതാണ് എല്ലാത്തിന്റെയും ഒരു രഹസ്യം. അതുകൊണ്ടാണ് യേശു അവരുടെ ഇടയിൽ ചോദിച്ചത്, നിങ്ങൾ എന്താണ് പിറുപിറുക്കുന്നത്? പക്ഷെ ഇവര് പിറുപിറുത്ത് ആരും കണ്ടിട്ടില്ല. പക്ഷെ യേശു ആത്മാവിൽ അറിഞ്ഞു. യേശു വേറൊരു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിൽ ആരാണ് വലിയവനെന്നോ? അവർ പറഞ്ഞൊന്നും യേശു കേട്ടില്ല. പക്ഷെ യേശു ആത്മാവിൽ അത് അറിഞ്ഞു. അഭിഷേക സമയത്ത് ആത്മാവുമായി കണക്ട് ചെയ്യപ്പെടും.
എനിക്ക് നിങ്ങളുടെ ഹൃദയം മനസ്സിലായി. നിങ്ങളുടെ ഹൃദയത്തിൽ ആരുടെയോ ഇടയിൽ എന്തൊരു ആശയക്കുഴപ്പം ഉണ്ടാവുക, അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ആത്മാവിന്റെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട ഒരു വചനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ വചനം ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ തന്നെയാണ്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. അടുത്ത വചനം എങ്ങനെയാണ്? ഇന്നും അതുപോലെ തന്നെയാണ്. ആത്മാവിന്റെ ചില പൂർണ്ണ രൂപത്തിന്റെ ഏരിയ തുറന്നാൽ ഇവിടെ ചവിട്ടും തൊഴിയും ആത്മീയരും കല്ലേറും സഭയിൽ നമുക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടാകും. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ വേദനയാണ്, നിങ്ങളെ ആരാണ് ശുദ്ധം ചെയ്ത് മയക്കിയത്? ശുദ്ധം ചെയ്ത് മയക്കി. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ചില മന്ത്രവാദങ്ങളും ആഭിചാരങ്ങൾ കൊണ്ട് ശുദ്രപ്രയോഗം നാം കേൾക്കും. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന് ദൈവം എന്നോട് ഇത് ചെയ്യാനാണ് പറഞ്ഞത്. ഞാനിവിടെ ഇരുന്നപ്പോൾ അതിന്റെ ഔട്ട്ലൈനായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ചുരുളെടുത്ത് എന്നെ അറിയിച്ചതാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം ഈ സമയത്ത് രൂപപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ സാധാരണ പോലെ തള്ളിക്കളയാം. ഹല്ലേലൂയ. ഇനിവേ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ചില ശുദ്രപ്രയോഗങ്ങൾ നാം കേൾക്കും. ചില പൈശാചിക മണ്ഡലത്തിലെ മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ആഭിചാരങ്ങൾ, ഇതെല്ലാം നാം കേൾക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏൽക്കും. എന്റെ പ്രിയമുള്ളവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടത് ഇങ്ങനെയാണ്. എന്റെ മുൻപിൽ ഒരു തൂശനല്ല, കുറെ പൂക്കൾ, കുറെ പൊടി, അങ്ങനെയുള്ള കുറെ സാധ്യതകൾ, സംഭവങ്ങൾ. എനിക്ക് ആ നാളിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭാരമടിക്കുകയാണ്. ഒരു ഭയങ്കര ഭാരം, മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലുള്ള പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നുക, ഒരു തീഷ്ണത കുറഞ്ഞു പോകുന്ന പോലെ തോന്നുക, എന്റെ അഭിഷേകം ലൂസ് ആവുന്നത് പോലെ ഫീൽ ആവുക. എന്താണ് കാരണമെന്ന് അറിയാൻ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ആലോചന ചോദിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, മോനെ, നിനക്കെതിരെ ശുദ്രം നടന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ശുദ്രക്രിയ എന്റെ മേൽ ഭരണം നടത്തുമോ? അവ പറയാണ്, ശുദ്രക്രിയ ഭരണം നടത്തില്ല, പക്ഷെ നിന്റെ റൂട്ടുകളെ അവന് സ്വാധീനിക്കാൻ കഴിയും. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവേ? അത് മനുഷ്യനിലൂടെ നിനക്ക് ഉപദ്രവം കൊണ്ടുവരും, മനുഷ്യനെ ട്യൂൺ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, ആത്മീയരാണെങ്കിലോ? ആത്മാവിൽ പൂർണ്ണത അല്ലെങ്കിൽ അവരെയും ഈ സാത്താന്യ ലോകം ട്യൂൺ ചെയ്യും. അതാണ് പൂർണ്ണമായ അറിവ്. നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വരെയും പട്ടണം വിട്ടു പോകരുതെന്ന് ഈശോ നിർബന്ധിച്ചെന്താ? ശക്തി പ്രാപിക്കുന്നത് വരെയും. ഇച്ചിരി ശക്തിയല്ല, ശക്തി അതിന്റെ പൂർണ്ണ അളവിൽ പ്രാപിക്കണം. ആ പൂർണ്ണ അളവിൽ വെളിപ്പെട്ട ശക്തിയുടെ ആരംഭം എങ്ങനെയായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ തുടക്കത്തിൽ എങ്ങനെയാ പറയുന്നത്? അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന ഒരു ആരവം. നമ്മൾ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മ ഒരിക്കൽ വീണ്ടും പഠിക്കാമായിരിക്കും. ആരവം, കൊടുങ്കാറ്റിന്റെ ആ പ്രബലതയും ആരവും ഒക്കെ കൂടി അതങ്ങ് പ്രബലപ്പെട്ട് ആകാശമണ്ഡലത്തെ കുലുക്കി മറിച്ച് ഇങ്ങനെ ആടി ഉലഞ്ഞാണ് ഈ ദൈവാത്മാവ് ഈ അപ്പോസ്തലന്മാരുടെ മുറിയിലേക്ക് പൂർണ്ണ രൂപത്തിൽ വന്ന് അത് ഇവരുടെ അകത്ത് കടക്കണമെങ്കിൽ വീണ്ടും അത് വീണ്ടും ചെറുതായി മനുഷ്യന്റെ അവയവങ്ങളിലെ ചെറിയൊരു അവയവമായ നാവ് പോലെ ഒരു രൂപം നൽകി അവരുടെ നാവിലൂടെ അകത്ത് പ്രവേശിച്ചു.
ഒത്തിരി പഠിക്കാനുണ്ട്. നിങ്ങളെയും ദൈവം പഠിപ്പിക്കട്ടെ. എല്ലാം ഒരാളിൽ നിന്ന് പഠിക്കും എന്നുള്ള തലം വേണ്ട. ദൈവത്തിന്റെ ആത്മ നിങ്ങളെ പഠിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മ നിങ്ങളെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ഈശോയ്ക്ക് പറയാനുള്ളത്, പഠിപ്പിക്കും. എന്റെ പ്രിയമുള്ളവർ ശ്രദ്ധിച്ചു കേട്ടെ. ഈ ക്ഷുദ്രക്രിയകൾ നമ്മളെ ഉപദ്രവിക്കും. ക്ഷുദ്രക്രിയയിലൂടെ, പ്രവൃത്തിയിലൂടെ രോഗങ്ങൾ കടന്നു വരും. ദൈവത്തിന് ആത്മാ പഠിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ വചനം അതിനൊരു ബേസിക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, കുറച്ചൊക്കെ പഠിപ്പിക്കത്തുള്ളൂ. എങ്കിലും നമുക്ക് സമയത്തിന് പോയ പരിമിതിയിൽ നമുക്കതെല്ലാം പഠിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഞെരുക്കം കൊള്ളുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ചില രോഗങ്ങൾ അവൻ വഴി, അവന്റെ ആത്മസ്വാധീനം വഴി, അവന്റെ പൈശാചിക ശക്തിയുടെ ഉപയോഗം, ചില രോഗപീഠകൾ അവൻ കൊണ്ടുവരും. ചില മരണങ്ങൾ, അപകട മരണങ്ങൾ, രോഗമരണങ്ങൾ, ആത്മഹത്യയുടെ മരണങ്ങൾ, പെട്ടെന്നുള്ള ചില മരണങ്ങൾ അവൻ കൊണ്ടുവരും. നിങ്ങൾ യോഹന്നാൻ 13:27 ഒരു ചെറിയൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ അത് പറഞ്ഞതേ ഉള്ളൂ. യേശു അപ്പം ഞുറുക്കി യൂദാസിന് കൊടുത്തു. അവൻ ആ അപ്പം വാങ്ങിച്ച് യോഗ്യതയില്ലാതെ, അതിന്റെ മഹത്വമില്ലാതെ, കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ആ യേശുവിൽ നിന്ന് വാങ്ങിച്ച അപ്പം ഭക്ഷിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ അപ്പം തിന്നതിനെ തുടർന്ന് സാത്താൻ, അശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. പിന്നെ ചെയ്ത കാര്യം എന്താ? അവസാനം അവനെ കെട്ടിത്തൂങ്ങി കൊന്നുകളഞ്ഞു. അവൻ ചത്തുപോയി. ഹല്ലേലൂയ. ദൈവം ജോബിന് വേണ്ടി ജോബുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടം സാത്താനോട് സംസാരിക്കുമ്പോൾ ദൈവം ജോബിനെ കുറിച്ച് പറഞ്ഞു, നീ എന്റെ ദാസൻ ജോബിന്റെ ആത്മാവിനെ തൊട്ടുപോകരുത്, വേറെ എന്ത് വേണമെന്ന് നീ ചെയ്തു. ഇത് ജോബിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ജീവിതത്തിലേക്ക്, അവന്റെ ജീവനിലേക്ക് വന്നില്ല. ജീവിതം എന്താണ്? ജീവിതം ഭാര്യ, മക്കൾ, വസ്തു, ജോലി, പാർപ്പിടം, വരുമാനമാർഗം, അവന്റെ ആരോഗ്യം, അവന്റെ ശക്തി, അവന്റെ കഴിവ്, അവന്റെ സാധ്യത, ഇതാണ് മനുഷ്യന്റെ ജീവിതം. അവന്റെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ അവന്റെ ജീവിതത്തിന്റെ വഴിയെ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നൊമ്പരമുണ്ടാക്കിയ ഒരു കാര്യം, അവന്റെ ജീവിതത്തിന്റെ വരുമാന മേഖലയായ മൃഗങ്ങളെ പോറ്റി വളർത്തിയ, അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന അവന്റെ വരുമാനം നിലയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? ശത്രുക്കൾ വന്ന് അവന്റെ മൃഗങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. വരുമാനം നിലച്ചുപോയി. രണ്ടാമത്തേതിൽ അവന്റെ സഹോദരന്റെ ഭവനത്തിൽ അവന്റെ മക്കൾ വിരുന്നിന് പോയപ്പോൾ അവിടെ ഒരു കാറ്റ് അടിപ്പിച്ചിട്ട് ആ സഹോദരന്റെ വീട് ഇടിഞ്ഞു വീണ് അവന്റെ മക്കളെല്ലാം മരിച്ചുപോയി. മൂന്നാമത്തേതിൽ അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്ന അവന്റെ ഭാര്യ അവന്റെ ശരീരത്തിന്റെ വ്രണം കണ്ട് അവനിൽ നിന്ന് പതിയെ അകന്നുപോയി. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഡൈവോഴ്സ് കൊടുത്തു. ഇതേ സെയിം കാര്യമാണ് ഇന്നല്ല ഈ കുടുംബജീവിതത്തിൽ നടക്കുന്നത്. എല്ലാ ഡൈവോഴ്സിന്റെ പിന്നിലും ഒരു അശുദ്ധാത്മാവ്, ഒരു അൺക്ലീൻ സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. എത്രയോ പേരുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ആ അശുദ്ധാത്മാവിനെ അഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ അവർ തയ്യാറല്ല. പരിശുദ്ധാത്മാവിന്റെ ഏരിയയിലേക്ക് കടന്നു വരാൻ തയ്യാറല്ല. അതൊന്നും അല്ല, അവർക്കുള്ള വിഷയം അതൊന്നും അല്ല. അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട, നിങ്ങളുടെ ശുശ്രൂഷ വേണ്ട, ഞാൻ വേറൊരു സ്ഥലത്ത് പൊക്കോളാന്ന് പറഞ്ഞ അവർ പോവുക. ഓട്ടെ. ഹല്ലേലൂയ. ജീവിതത്തെ കാർന്നു തിന്നുന്ന, ശുശ്രൂഷകളെ കാർന്നു തിന്നുന്ന, നോക്കിക്കേ, നിങ്ങൾ ജോബിന്റെ ജീവിതം നോക്കിയേ. ജോബ് കടന്ന് ദൈവവുമായിട്ട് അവന്റെ സാധാരണ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് ഭയങ്കര ആനന്ദ ലഹരി അനുഭവിക്കുന്ന
അഭിഷേകം പ്രാപിക്കുന്ന, ഞാൻ ഇന്നലെ പഠിപ്പിച്ചതുപോലെ ആത്മാവുമായി ഉരസുന്ന ബന്ധമുണ്ടായിരുന്ന ഈ ജോബിന്റെ ജീവിതത്തിൽ ആകെ പ്രശ്നങ്ങൾ. അവൻ പറയണം, എന്തിനെനിക്ക് ജന്മം തന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു മാംസ പിണ്ഡമായി പോയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാതെ അവന്റെ വേദനകളിൽ വികാരങ്ങൾ വെളിപ്പെടാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങൾ അതിന്റെ പിന്നാമ്പുറത്തൂടെ കയറി വന്നു. ഈ ജോബിന്റെ ഇന്നലകളിലെ അനുഭവം എങ്ങനെയാണെന്നറിയാവോ? ഈ ജോബിന്റെ പുസ്തകം 3:15 ആണോ 4:15 ആണോ? നിങ്ങൾ പിന്നീട് നോക്കുക. ജോബിന്റെ പുസ്തകം 3:15 ആണെന്ന് എനിക്ക് തോന്നുന്നു. വേണമെന്ന് നോക്കാം. ജോബിന്റെ പുസ്തകം 3:15. ജോബ് 3:15. ജോബ് 3:15. ആർക്കെങ്കിലും കിട്ടിയെന്ന് വായിച്ചോ? ജോബ് 3:15. ജോബ് 3:15. ജോബ് 3:15. പരിശുദ്ധാത്മാവേ, ജോബ് 4:15. ജോബ് 4:15. ഒരാത്മാവ് എന്റെ മുഖം ഉരുമി കടന്നുപോയി. ആ ഉരസലുണ്ടായി. ആ ഉണ്ടായ സമയത്ത് ആ ആത്മാവിനെ തൊട്ടപ്പോൾ അവന് രോമാഞ്ചം ഉണ്ടായി. നമ്മളൊക്കെ പറയില്ല, അഭിഷേകം വന്നപ്പോ എനിക്ക് കുളിര് കയറി എന്നൊക്കെ. അതേ അനുഭവം പ്രാപിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ മനുഷ്യനായിരുന്നു ജോബ്. സാത്താന്റെ കടന്നുകയറ്റത്തിലൂടെ എന്ത് സംഭവിച്ചു? പ്രാർത്ഥനയും അനുഭൂതികളെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ സാത്താന്റെ പ്രവണതകളും പ്രവൃത്തികളും അവൻ നമ്മുടെ അകത്ത് കയറണമെന്നില്ല പ്രവർത്തിക്കാൻ. നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ കിടന്നവൻ കറങ്ങും. ഇന്ന് ആരൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ആ കർത്താവ് ശുശ്രൂഷ ഇന്ന് നിയോഗിച്ചത്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമുക്ക് ചുറ്റും ഈ പൈശാചിക ശക്തി, അതിന്റെ മന്ത്രവാദവും കൂടോത്രവും ഒക്കെ നമുക്ക് ഏൽക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് പറ്റത്തില്ല. ചിലത് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതാണ് പലരുടെയും വിഷയം. ഇന്ന് പലരുടെയും ബേസിക് ആയിട്ട് കിടക്കുന്ന ചില വിഷയങ്ങളാണത്. അതാണ് അതിന്റെ ഒരു കാര്യം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഈ 1 സാമുവേൽ 15 അതിന്റെ 1 സാമുവേൽ 15 അതിന്റെ 8 മുതല് ഒരു 18 മുതല് നിങ്ങളൊന്ന് നോക്കിക്കേ. 1 സാമുവേൽ 15 8 മുതല് 18 മുതല് അതായത് സംഭവം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ അമലേക്യരുടെ ഇടയില് ഈ യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ ഈ അമലേക്യര് അവരെ കൊന്ന് നശിപ്പിച്ചെല്ലാം വരുന്ന വഴിക്ക് ഇദ്ദേഹം കുറെ ഈ മൃഗങ്ങളെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഒരു സംഭവത്തിൽ ദൈവത്തിന് കോപമുണ്ടായി. അതിന് സാമുവേൽ പ്രവാചകൻ വന്ന് പ്രവചിക്കുന്ന ഒരു സംഭവമാണ് അത്. നിങ്ങൾ പിന്നീട് വിശദമായിട്ട് വായിച്ചു നോക്കണം. അതിന്റെ 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 22, 23 തിരുവചനങ്ങൾ. സാമുവേൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ ഏതാണ് കർത്താവിന് പ്രീതികരമായ ബലി? അത് അനുസരണമല്ലേ എന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തൊരു വചനം കേട്ടോണം. 23 തിരുവചനം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മാത്സര്യം ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മന്ത്രവാദം ഫലിക്കും. ഒരു അനുസരണക്കേട് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള അനുസരണക്കേട് ഉണ്ടായാൽ മന്ത്രവാദം ഫലിക്കും, ക്ഷുദ്രവിദ്യ ഫലിക്കും, ആ വിചാരം ഫലിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഈ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ പൈശാചിക കടന്നുകയറ്റം ഉണ്ടായാൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, ശുശ്രൂഷകരായിട്ടുള്ള നിങ്ങളുടെ ഇടയിലും, നിങ്ങളിൽ പലരും ശുശ്രൂഷകരുണ്ട്,
നിങ്ങളുടെ ഇടയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാമതായി സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ അഭിഷേകം പഴയതുപോലെ സ്ട്രോങ് ആയിരിക്കുകയില്ല. ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് മാറുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. എല്ലാത്തിനോടും ഒരു കോംപ്രമൈസ് മൈൻഡ് നമ്മൾ സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടാൻ സാധ്യത. അതും ശരിയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതും ശരിയാണ്. മനുഷ്യനല്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 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 മൈൻഡ് എന്താ പറയാ, കർത്താവിന്റെ ആ യഥാർത്ഥ രൂപത്തിൽ നിന്നും സ്വഭാവ ശ്രേഷ്ഠതയിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുന്ന ആദ്യ സംഭവത്തിന് ശേഷം പിന്നീട് അഭിഷേകം ലൂസാകാൻ തുടങ്ങും. അഭിഷേകം ലൂസാകുമ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കാനുണ്ട്, നമുക്ക് വൈകുന്നേരം കൺവെൻഷൻ ഉണ്ട്, നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ധ്യാനമുണ്ട്. അപ്പൊ നമ്മള് ആ ധ്യാനത്തിന് വേണ്ടി റിസ്ക് എടുക്കുകയോ പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ഒരു പുതിയ ജ്ഞാനം സംഭരിക്കുകയോ പുതിയ പ്രബോധനമോ ദൈവത്തിന്റെ സ്വരമോ ശ്രവിക്കുകയോ ചെയ്യാതെ പഴയതെല്ലാം തട്ടിക്കൂട്ടി ഒരു ക്ലാസ് ഒക്കെ ആക്കി, 1-ാം ദിവസത്തെ ക്ലാസ്, 2-ാം ദിവസത്തെ ക്ലാസ്, 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, ഒരു 5-10 ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ ക്ലാസ്സും പാത്രവും ഒക്കെ ആയിട്ട് അതങ്ങ് പോകും. വിളി കിടക്കുന്നുകൊണ്ട് ദൈവ മനുഷ്യർ എല്ലാവരും, ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോഴും ഭയങ്കര ബ്രദറാണ്, ഈ ധ്യാനഗുരു അച്ഛൻ ഭയങ്കര ധ്യാനഗുരു അച്ഛനാണ്, ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ സ്ലോവിലി സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനാ ചൈതന്യമോ ദൈവസ്വര ശ്രവണമോ പിന്നീട് ഉണ്ടാവുകയില്ല. അതാണ് മന്ത്രവാദം ഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ്. പിന്നീട് ഒരിക്കലും ഈ പറയപ്പെട്ട ആ ഏരിയയിലേക്ക് പോയി ആയ ആള് അങ്ങനെ ഒരാള് ആയി തീർന്നാൽ പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കുകയില്ല. ഇതേ സെയിം കാര്യം ഈ നമ്മളെ ഈ രാജാവായിരുന്ന സാവൂളിന് സംഭവിച്ചു. അതാണ് 1 സാമുവേൽ 28 അദ്ദേഹം ഒരു മന്ത്രവാദിന്റെ അടുക്കൽ ചെല്ലുകയാണ്. നിങ്ങൾ ആ 1 സാമുവേൽ 28 എടുത്ത് വളരെ അതിന്റെ 6 മുതലുള്ള ഒരു ഹല്ലേലൂയ, അതിന്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഫിലിസ്ത്യർ ഒരുമിച്ച് കൂടി ശൂനേമിൽ വന്ന് പാളയമടിച്ചു. സാവൂൾ ഇസ്രായേലിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു. സാവൂൾ ഫിലിസ്ത്യരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ട് മനസ്സ് അത്യധികം ഇളകവശായി, പേടിച്ചുപോയി. ഈ അഭിഷേകം ലൂസാകുന്ന നാളിൽ ആത്മീയ ഭയം നമ്മൾക്കുണ്ടാകും. അവരാണ് ഈ കരിസ്മാറ്റിക്കിന്റെ കാലത്ത് ചിലർ പറയുന്നതാണ്, അങ്ങനെ പ്രാർത്ഥിക്കരുത് ബന്ധനം, ഇങ്ങനെ പ്രാർത്ഥിക്കരുത് പിശാചുകാരെ അറ്റാക്ക് ചെയ്യും, അവിടെ പ്രാർത്ഥിക്കരുത് ബന്ധനം വരും, ഇവിടെ പ്രാർത്ഥിക്കുന്ന ബന്ധനം വരും എന്നൊക്കെ പറഞ്ഞ് ബന്ധനം എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന കുറെ ജീവിതങ്ങൾ ഉണ്ടായത്. അവരാണ്, അതിൽ നിന്നാണ് ഇതെല്ലാം ഊരിത്തിരിഞ്ഞു വന്നത്. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഒരു ദൈവ ശുശ്രൂഷന്റെ മനസ്സിൽ ഭയം തട്ടി എന്ന് പറഞ്ഞാൽ വിശ്വാസം ലൂസായി എന്നാണ് അർത്ഥം. ആ വിശ്വാസം ലൂസായി ഇരിക്കുന്നവനോട് ദൈവം സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു വിപത്ത്. നമ്മുടെ ഇടയിൽ ഇത് സംഭവിക്കാം. പഴയ തീഷ്ണത ഉണ്ടാവില്ല പ്രാർത്ഥിക്കുന്നൊക്കെ. ഇപ്പോ പഴയതുപോലെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാകില്ല. എനിക്ക് വാസ്തവത്തിൽ പഴയതിനേക്കാളും മെച്ചപ്പെട്ട രാത്രിയുടെ യാമങ്ങളിൽ ഇതുവരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാര്യം ചില ശാരീരിക പ്രശ്നങ്ങൾ എൻ്റെ മേൽ ഭരണം നടത്തുന്നുണ്ട്. എൻ്റെ പ്രായത്തിന്റെയും എൻ്റെ ചില അവസ്ഥകളുടെയും ഒക്കെ പീഡകളുണ്ട്. എന്നിരുന്നാലും ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ പരമാവധിയൊക്കെ കർത്താവിന് മുമ്പിൽ, കാര്യം പഴയ കൊതി എൻ്റെ മേൽ ഭരണം നടത്തും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും രാത്രിയിൽ
സഞ്ചരിക്കാൻ, യാത്രയിൽ പ്രഘോഷിക്കാൻ, രാത്രിയിൽ പഠിപ്പിക്കാൻ, രാത്രിയിൽ പ്രാപിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും അതെ, എന്നും അതെ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അഭിഷേകം ലൂസായാൽ ഭയമുണ്ടാകും. ഭയത്തിന്റെ നാളിൽ ദൈവം സംസാരിക്കുകയില്ല. അതിന്റെ 6-ാം തിരുവചനം, അവൻ ആ സമയത്ത് പേടിച്ച് കർത്താവിനോട് ആരാഞ്ഞു. കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ, കർത്താവിൽ നിന്ന് ചിലത് അന്വേഷിക്കാൻ തുടങ്ങി. ഈ ഈ ഈ ഫെലിസ്ത്യരുടെ പട്ടാളത്തോട് ഞാൻ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കാൻ തുടങ്ങി. മുമ്പ് താൻ ദൈവത്തിന്റെ ആലോചന ചോദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെ എല്ലാം പ്രശ്നങ്ങൾ കയറി അറ്റാക്ക് ചെയ്തു. എന്താ സംഭവിച്ചേ? മത്സരത്തിലൂടെ മാത്സര്യ മനോഭാവം ഉണ്ടായി, അനുസരണക്കേട് കാണിച്ചു. ഇതിലൂടെയെല്ലാം പൈശാചിക ശക്തി അവനെ ഉപദ്രവിച്ചു. നമ്മള് ഈ 1 സാമുവേലിന്റെ പുസ്തകത്തില് ഒരു അശുദ്ധാത്മാവ് വന്ന് ഈ സാവൂളിനെ പീഡിപ്പിക്കുന്ന സംഭവ രംഗങ്ങൾ നിങ്ങളതെല്ലാം പഠിക്കണം. കണ്ടോ? ദൈവമായിട്ടുള്ള അഭിഷേകത്തിന് സ്ട്രോങ് ആയിരുന്ന ആ അഭിഷേക മനുഷ്യൻ, അഭിഷക്തനായ മനുഷ്യൻ, അവന്റെ അഭിഷേകം ലൂസായപ്പോൾ സാത്താന്റെ ലോകം പ്രവേശിക്കാൻ തുടങ്ങി, അശുദ്ധാത്മാക്കൾ പ്രവേശിക്കാൻ തുടങ്ങി, ആ വിചാരം പോലും അവന്റെ തലക്കടിക്കാൻ തുടങ്ങി. ആ നാളിൽ ഒരുപാട് മന്ത്രവാദികളുണ്ട്, അവരൊക്കെ ക്ഷുദ്രപ്രയോഗം നടത്തി. അവരൊക്കെ ഈ പുള്ളിക്കാരൻ കുറെ നാൾ മുമ്പ് എല്ലാവരും ഓർഡറാന്നൊക്കെ പറഞ്ഞ് പിന്നെ തല്ലി ഓടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ക്ഷുദ്ര അവർക്ക് ഏറ്റു. അതാണ് അതിന്റെ രഹസ്യം. ഹല്ലേലൂയ. അതിന്റെ 6-ാം തിരുവചനത്തിൽ പറയാണ്, അവൻ കർത്താവിനോട് അന്വേഷിച്ചു, ആരാഞ്ഞു, ചോദിച്ചു. കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ അവൻ ഉത്തരം നൽകിയിരുന്നില്ല. ദൈവം ഭൂമിയിൽ 3 സാധ്യതയായിരുന്നു അന്ന് കൊടുത്തത്. ഹല്ലേലൂയ. സ്വപ്നത്തിലൂടെ, ഒരു വസ്തുവിലൂടെ, ഉറീം എന്നൊരു വസ്തുവിലൂടെ, ഇതാ പ്രവാചകന്മാരിലൂടെ. ഇന്ന് പുതിയ നിയമത്തിൽ 3 നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള സ്വരം നമുക്ക് കൈമാറിത്തരുന്നു. 1, പ്രവാചകന്മാരിലൂടെ. 2, ദൈവ മനുഷ്യനിലൂടെ. ദൈവം വ്യക്തിപരമായി തന്റെ ആത്മാവിലൂടെ ദൈവ മനുഷ്യരോട് സംസാരിക്കും. 3, ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം തന്റെ ദാസന്മാരോടും ദാസിമാരോടും സ്വപ്നത്തിലൂടെ സംസാരിക്കും. ഇന്നും ദൈവം ആ കാര്യം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവർ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം അവനോട് സംസാരിക്കാതെ വന്നപ്പോൾ അവൻ അവസാനം, നിങ്ങളിത് പിന്നീട് വീട്ടിൽ ഇരുന്ന് വായിക്കണം, അവൻ അവസാനം ഒരു മന്ത്രവാദിനിയായ ഒരുവളുടെ ഒരു മകളുടെ അടുക്കിലേക്ക് പോയി. അവളുടെ അടുക്കിൽ ചെന്ന് എനിക്ക് വേണ്ടി ഒരു മന്ത്രം നടത്തി, നിന്റെ മന്ത്രശക്തി കൊണ്ട് എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ എൻദോറിലുള്ള ഒരു ക്ഷുദ്രവിദ്യ. ഹലോ, ഈ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. പോൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഇതാ ഈ മന്ത്രവാദിനിയുടെ അടുക്കൽ ചെന്നിട്ട് സാവൂൾ പറയാണ്, എന്റെ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്ന രീതികളിലൂടെയുള്ള ദൈവത്തിന്റെ സംഭാഷണം എനിക്കിപ്പോൾ നിന്നുപോയി, അന്യമായി. കണ്ടോ? ഒരു ശുശ്രൂഷന്റെ ജീവിതത്തിലാ അധപ്പതനം. കണ്ടോ? ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ എനിക്കിപ്പോ പറ്റുന്നില്ല. ദൈവശക്തി പഴയതുപോലെ എന്നിൽ ചലിക്കുന്നില്ല. എന്നിൽ എന്തൊക്കെയോ സംഭവിച്ചു, എന്നിൽ എന്തൊക്കെയോ വികലതയുണ്ടായി, എന്നിൽ എന്തൊക്കെയോ തെറ്റായ വിശ്വാസ രീതികൾ ഉണ്ടായി, എന്നിൽ തെറ്റായ വികലമായ ആശയങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഇതാ അദ്ദേഹം കേണ് പറയുകയാണ്, മന്ത്രവാദിനി, നിന്റെ ശക്തി കൊണ്ട് നീ എന്നെ സഹായിക്കണം. മന്ത്രവാദിനി ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കണ്ട? എന്താ ചെയ്യണ്ടേ? നീ മരിച്ചുപോയ പ്രവാചകനായ സാമുവേലിനെ ഒന്ന് വിളിച്ചു വരുത്ത്. മരിച്ചുപോയ സാമുവേലിനെ വിളിച്ചു വരുത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അവള് മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ സമയം എത്ര എടുത്തു എന്ന് അറിയത്തില്ല, എന്നാലും ഒരുപാട് സമയമൊക്കെ എടുത്ത് മന്ത്രം അതിന്റെ പൂർണ്ണതയിലെത്തി. അങ്ങനെ മന്ത്രവാദം ഒരു പൈശാചിക ലോകത്തിന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ പൂർണ്ണ രൂപം എത്തിയപ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണ സമയം എത്തിയപ്പോൾ, ആ മന്ത്രവാദിനിയോട്
സാവൂൾ രാജാവ് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? കുറെ സമയമായല്ലോ എന്നുള്ള ഭാവത്തിൽ മന്ത്രവാദിനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? മന്ത്രവാദിന് പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. എന്ത് കാണുന്നു? ഞാനൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് കയറി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അവനെ കണ്ടാൽ ഒരു ദൈവപുരുഷനെ പോലെ ഇരിക്കുന്നൊക്കെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. പൈശാചിക ലോകത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ടൊരു പ്രവാചകന്റെ വിശ്രമ നിലവാരത്തെ, വിശ്രമ ദിനങ്ങളെ, എന്താ പറയാ, വിശ്രമ ദിവസങ്ങളെ അല്ലെങ്കിൽ വിശ്രമ സമയങ്ങളെ വിഷമിപ്പിക്കുവാൻ തക്കവണ്ണം എന്താ പറയാ, അദ്ദേഹം പറയാണ്, സാമൂൽ പറയാണ്, നീ എന്നെ ശല്യപ്പെടുത്ത എന്താണ് സാവൂളെ എന്ന് ചോദിക്കുകയാണ്. മന്ത്രവാദിനിയുടെ മന്ത്രശക്തി കൊണ്ട് സാമുവേൽ പ്രവാചകന് ശല്യമുണ്ടായി. നിങ്ങൾക്കും എനിക്കും എതിരെ സാത്താന്യ ലോകത്തിന് ശല്യമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരേരിയാണ് അവന്റെ ആഭിചാര ക്രിയകളും മന്ത്രവാദങ്ങളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയം നിങ്ങൾ സമയം പോയത് നോക്കേണ്ടതില്ല. കർത്താവ് ഇങ്ങനെ ഒരുക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ സമയം നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ കഴിയുന്ന ആളുകൾ ഈ സമയം ശക്തിയായി, നിങ്ങള് മറ്റ് ശല്യങ്ങളും നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുള്ളതെങ്കിൽ വേറെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത ആരെയും ഇതിൽ ഇൻവോൾവ് ആക്കരുത്. ഇത് നിങ്ങൾക്കുള്ള, ഇത് കോമൺ ആയിട്ട് പോകരുത്. ഇത് നിങ്ങൾക്ക് മാത്രമായി ദൈവം നൽകുന്ന ഒരു കൈമാറ്റ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഏരിയകളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഏരിയകളിൽ, നിങ്ങളുടെ ശുശ്രൂഷകളുടെ ഏരിയകളിൽ സാത്താന്റെ തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, കൂടോത്രങ്ങൾ, അവന്റെ പൂജ ശക്തികൾ, അവന്റെ ക്ഷുദ്ര ചുരുളുകൾ, ക്ഷുദ്ര ചരടുകൾ, ക്ഷുദ്ര വസ്തുക്കൾ, ക്ഷുദ്ര കല്ലുകൾ, ഇങ്ങനെയുള്ള ഏരിയകളോ വസ്തുവകകളോ അവന്റെ ശക്തിയുടെ ദർശന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഏതിലൂടെ അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളിൽ പ്രവേശിച്ചുവോ, അതിനെ ഇന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സജീവമായി ഈ ശുശ്രൂഷ സ്വീകരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇത് എനിക്ക് എങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, ആരുടെയൊക്കെയോ മേൽ നിന്ന്, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന്, ആരുടെയൊക്കെയോ ശുശ്രൂഷകളിൽ നിന്ന് ഈ ഇരുളിന്റെ ശക്തികളുടെ മതിലുകൾ, ആ ജെറീക്കോ കോട്ടകൾ ഉടഞ്ഞ് തകരും. കാഹളധ്വനി ശക്തിയായി മുറുകിയപ്പോൾ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവാത്മാവിന്റെ ആലോചന പ്രകാരം 7 ദിവസത്തിൽ ഓരോ പ്രാവശ്യം വലം വെച്ച്, 7-ാം ദിവസം 7 പ്രാവശ്യം വലം വെച്ച് പുരോഹിതന്മാർ, ലേവി പുരോഹിതന്മാർ ഊക്കോടെ അതിശക്തിയോടെ കാഹളം ഊതിയപ്പോൾ 7-ാമത്തെ വട്ടം വലം വെച്ച് വന്ന വഴിയിൽ ജനം ആർപ്പ് വിളിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശക്തി ജെറീക്കോ മതിലിന്റെ മേൽ വീണ് ജെറീക്കോ മതിലുകൾ ഉൾവശത്തേക്ക് മറിഞ്ഞു ചാടി അതൊരു കൽക്കൂമ്പാരമായി ജെറീക്കോ നിവാസികളും അവിടെയുള്ള ശത്രു സൈന്യവും ജെറീക്കോ മതിലുകളും ഇടിഞ്ഞ് ധൂളിയായി അവർ അതിൽ പട്ട് ഇല്ലാതെയായി തീർന്നു. നിങ്ങൾ ഈ സമയം ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഓടി മാറണം. ഇല്ലെങ്കിൽ അവരും ഈ അഭിഷേകത്തിന്റെ പങ്കാളിയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തില്ല. നീ ആ ചുരുളിൽ നിന്ന് പുറത്തു വരില്ല, ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരില്ല. അതുകൊണ്ട് വേഗത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലം ഒന്ന്
ഷെഡ്യൂൾ ചെയ്ത് കൃത്യമാക്കിക്കുക, ഒന്ന് അലങ്കരിച്ച് അല്ലെങ്കിൽ തിട്ടപ്പെടുത്തിക്കുക, അതൊന്ന് ക്രമപ്പെടുത്തിക്കുക. ശ്രദ്ധിച്ച് ആരും മൈക്ക് ഓൺ ചെയ്യരുത്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം നിർബന്ധമായി. ഈ സമയം നിങ്ങൾ ആത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മാവിലുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതിനു ശേഷം ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ജനം അതിശക്തിയോടെ കാഹളം മുതിർക്കണം. അങ്ങനെ പുറപ്പാട് 19 അതിന്റെ അവസാന ഏരിയകളിൽ ഇങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. കാഹളം മുറുകിയപ്പോൾ എന്ന് പറഞ്ഞാൽ കാഹള ശക്തി അതിന്റെ പൂർണ്ണതയിൽ പ്രബലമായപ്പോൾ, പ്രകടമായപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം സീനായുടെ മേൽ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാവോ? സീനായി പുകയാൻ തുടങ്ങി. അവിടെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തോ വസ്തുക്കൾ, എന്തോ മുളകൾ, സസ്യങ്ങൾ, ചെടികൾ, വൃക്ഷങ്ങൾ, ദൈവഹിതമില്ലാത്തത് എന്തൊക്കെയോ ഉണ്ടായിരുന്നത് കത്തി പുകയുവാൻ തുടങ്ങി. അതുപോലെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ആരാധനയെ കുറിച്ച് അറിയാം, ഓക്കെ. അതുകൊണ്ട് ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ ആരാധനയുടെ നിറവിൽ, ആരാധനയുടെ തികവിൽ, ആരാധനയുടെ ശക്തി നിങ്ങളിലും നിങ്ങൾക്കുള്ളതിലും പ്രകടമായി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും സ്തുതിക്കാൻ പോവാണ്. ഇതിന്റെ ഇടയിലെല്ലാം ഞാനൊരു ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ഡെലിവറൻസ് പ്രയർ നിങ്ങൾക്ക് ചെയ്തു തരാം. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പോകും, എന്താണ് സ്ഥിതി എന്നും. ഹല്ലേലൂയ. ലക്ഷ്യബാബാബ. എല്ലാവരും സ്തുതിക്കണം, എല്ലാവരും സ്തുതിക്കണം, ശക്തിയോടെ സ്തുതിക്കണം എല്ലാവരും. എല്ലാവരും ശക്തിയോടെ ശ്രമിക്കുക. ഋഷി ബഹാദരേഖലമിയ ലംബ്രോബോ ഷേഖേൻ കാന്താരമമലബ റഹതലെ കലമിസിയാബ ഓബി നറമശരി ബാര റഖതലെ മലസൂര നീകുമിയ റതലെ കലമിസിയ അംനി ബഹാര ബാബാബ. എല്ലാ ദുഷ്ടന്റെ ചങ്ങലകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു പുറത്തു പോകട്ടെ. നിന്റെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവർ, വിശുദ്ധ വിളി നൽകിയവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ജീവിത പങ്കാളിയിൽ, ഭാര്യയിൽ, മക്കളിൽ, അവരുടെ ഉപജീവന മാർഗങ്ങളിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ആരോഗ്യത്തിൽ, അവരെ കെടുത്തിക്കളഞ്ഞ സകല മേഖലകളിലും, അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല മേഖലകളിലും, അവരെ അഭിഷേകത്തെ ലൂസാക്കി കളഞ്ഞ, പ്രാർത്ഥന ഇല്ലാതാക്കി കളഞ്ഞ, അഭിഷേകത്തെ ചലിപ്പിക്കാതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഭൗതിക ജീവിതത്തിലെ നന്മകൾ അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന, വിശ്വാസ ജീവിതത്തിലെ അഭിഷേകം പ്രാപിക്കാൻ പറ്റാതെ പോകുന്ന, ദൈവവചനത്തിലെ ജ്ഞാനം വെളിപ്പെട്ടിട്ടും അറിയാതെ പോകുന്ന, ദൈവവചനം പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ പറ്റാതെ പോകുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന, വികലമായ വിശ്വാസത്തിന് അടിമപ്പെട്ടു പോകുന്ന, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ പോകുന്ന, ലോക ഇമ്പങ്ങളിലേക്ക്, മായാമോഹങ്ങളിലേക്ക് തെന്നി വീഴുന്ന ഈ വിധത്തിലുള്ള പൈശാചിക ശക്തികളുടെ കടന്നുകയറ്റങ്ങൾ, ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ദുരാത്മാക്കളുടെ പീഡകൾ, അശുദ്ധ ആത്മാക്കളുടെ അശുദ്ധികൾ, രോഗാത്മാക്കളുടെ രോഗപീഠകൾ, മരണത്തിന്റെ ആത്മാക്കളുടെ മരണ കിടക്കകൾ എല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള യേശു ക്രിസ്തു എന്ന
ഏക നാമത്തിന്റെ യോഗ്യതയാൽ, കാൽവരി കുരിശിലെ യാഗത്തിന്റെ യോഗ്യത ഇന്ന് ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന, ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന, ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന, ഈ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ ചില മരണങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില അപകടങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില വരുമാന മാർഗം തടയുന്നത് മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബത്തിലെ ചില മക്കളുടെ നന്മകൾ ഉയർച്ചയില്ലാതെ പരാജയപ്പെട്ടു പോകുന്ന ചില കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. പാദം മുതൽ ഉച്ചി വരെ സന്ധിബന്ധങ്ങളിൽ, മജ്ജകളിൽ, മാംസങ്ങളിൽ, ഇന്ദ്രിയങ്ങളിൽ, കോശങ്ങളിൽ, ഞരമ്പുകളിൽ ദുഷ്ടാത്മാവും പൈശാചിക ലോകങ്ങളും മന്ത്രവാദ ശക്തികളും ആഭിചാര ശക്തികളും കൂടോത്ര ശക്തികളും തിന്മയുടെ അരൂപികളുടെ ശക്തികളും അശുദ്ധ ശക്തികളെ ആരാധിക്കുന്നതിന്റെ ശക്തികളും ദുർമൂർത്തികളുടെ ശക്തികളെയും എല്ലാ പൈശാചിക ഇടങ്ങളിൽ വെളിപ്പെടുന്ന പൈശാചിക ആരാധന ശക്തികളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ശാസിക്കുന്നു, ശാസിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന്, ഇവരുടെ ജീവിത ഏരിയകളിൽ നിന്ന്, ഇവരുടെ ജീവിത ശാഖകളിൽ നിന്ന് അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. പ്രാർത്ഥനയെ തടയുന്ന, കൃപാവരങ്ങളെ തടയുന്ന, വിശുദ്ധിയെ തടയുന്ന, അഭിഷേകത്തെ തടയുന്ന, തിരുവചന ജ്ഞാനത്തെ തടയുന്ന, ശുശ്രൂഷകളുടെ പദവി തടയുന്ന, ശുശ്രൂഷകളുടെ യാത്രകളെ തടയുന്ന, ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികൾ, വ്യക്തികളിലൂടെ ഇവർക്കെതിരെ നിൽക്കുന്ന, മനുഷ്യരിലൂടെ ഇവർക്കെതിരെ വരുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളെയും പൈശാചിക പാതാള ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ, ആകാശ സൈന്യ ശക്തികളെയും ആകാശ ആഭിചാര ശക്തികളെയും ആകാശ മന്ത്രശക്തികളെയും ആകാശ കൂടോത്ര ശക്തികളെയും ആകാശ ആത്മാക്കളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ശാസിക്കുന്നു, ശാസിക്കുന്നു, ശാസിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ കോട്ട, യേശുവിന്റെ നാമത്തിന്റെ യോഗ്യത, യേശുവിന്റെ തിരുവചനത്തിന്റെ ശക്തി, ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ശക്തി. ഓ ലഷി ബക മുറുസിരി കബാബ ബാബ ലതികൻ ഔഷന ദെമുറോലി അൽ കബു സികറ റിഥിമൽ ലഥാനികൽ വശകബ Pruritela sekenia, lamresinere calaba, risicani urotol, lastabaka, rimpobolosi, rasakanali, ricatolomisia, le rimata, hakulhada, senhada reme, loso katabisuna rata, esuta kalima, orinella yahatel kabuna, seka. Tosu milayautara, Rebecca limacha, Rossi calabia. La rukubatasteria lamrohobi akamdaga nutu bayraba mashikelia loko mashadana telima abru kalhama sekania loko masa alrima nutoruba risekali malkubaba madura marashekeni lu ruma sakana Belkubu mashan narati u badala kaburu sabina lekatambroko lo shakamranya la rosika rebetalham senakabia lo rushihaba lambreto mesakani ulkamda radana kabilo la shaba udalatemuru arakasi kumratala Retenia urusia belhamasura batane kalima luku misaku marate rilamino tuku mala abu disana korosebia akal mashobara marasakaloria relbolo homisuka bubuta atamruta kania la raba haserek miuna la bruseka le ruta kabusaria la mraka msikan rubala bababa Betel habisa hambushika lamra kabina taramila serekabia. Amen, amen, amen. God bless you. ദൈവം നിങ്ങളെ മേൽ നിന്ന് ഒരുപാട് ഇരുളിന്റെ പ്രവൃത്തികളെ, ഒരുപാട് ഇരുളിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളഞ്ഞതായി ആത്മാവിൽ ഞാൻ കാണുന്നു. God bless you. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ അവസാനിപ്പിക്കുക. God bless you.